സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാഷ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയത്തിലത്തെ 2 ദശകങ്ങൾ നമ്മൾ പിന്നിട്ടു. ഭക്തിയോഗത്തെക്കുറിച്ച് പൊതുവായിട്ട് പറഞ്ഞ് അത് കർമ്മയോഗത്തിൽ നിന്നും ജ്ഞാനയോഗത്തിൽ നിന്നും വളരെ ശ്രേഷ്ഠമാണെന്ന് പ്രസ്താവിച്ച് അത് എന്തുകൊണ്ടാണ് ശ്രേഷ്ഠമായത് എന്ന് മറ്റൊരു ശ്ലോകത്തിൽ പറഞ്ഞ് ഒടുവിലാവട്ടെ ആ ഭക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുകയാണ്. കഥാരസമാകുന്ന അമൃതപ്രവാഹത്തിൽ മുങ്ങിക്കൊണ്ട് താനേ സിദ്ധിക്കുന്നതും പ്രയാസം കൂടാതെയും കാലതാമസം കൂടാതെയും നമുക്ക് ലഭിക്കുന്നു. അങ്ങനെയുള്ള ഭക്തി സൈവാസ്തുമേ എനിക്ക് ഉണ്ടാകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ഇനി ആ ഭക്തിയുടെ ചില പ്രത്യേകതകളാണ്. ഭക്തിയെക്കുറിച്ച് തന്നെയാണ് 3-ാമത്തെ അധ്യായത്തിലും പ്രതിപാദ്യ വിഷയം. ഏറ്റവും കൂടുതൽ ലോകത്തിൽ ഭാഗ്യവാന്മാർ ആര് എന്ന് ചോദിച്ചാൽ ഭക്തന്മാരാണ് എന്ന് ഞാൻ പറയും എന്നാണ് കവി അഭിപ്രായപ്പെടുന്നത്. അപ്പം അതിൻ്റെ ചില ലക്ഷണങ്ങളും ശ്ലോകം പഠന്തോ നാമാനി പ്രമദപരസിന്ധോ നിപതിതാ സ്മരന്തോ രൂപം തേ പരതകഥയന്തോ ഗുണകഥ ചരന്തോ ഏ ഭക്ത ത്വൈകലുരമന്ദേ പരമമൂനഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. എപ്രകാരത്തിലാണ് ഭക്തനുണ്ടാവുക? ഒരു ഭക്തൻ്റെ ലക്ഷണം ചിലതൊക്കെ പറഞ്ഞു. വ്യാസിഞ്ചത്തിവ് ശീതബാഷ്പവിസരേ ആനന്ദക്കണ്ണീരൊഴുക്കുക ഗദ്ഗത കണ്ടെത്തുണ്ടാവുക എന്നൊക്കെ വേറെ ചില ലക്ഷണങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുകയാണ്. ഭക്തലക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയൊക്കെയാണ് അവരുടെ സ്വഭാവം ഉണ്ടാവുക, അവരുടെ ആ ഒരു അപ്പിയറൻസ്, പ്രകൃതം ഉണ്ടാവുക എന്നത്. ഇവിടെ ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഹേ വരദ എന്ന് സംബോധന. 2-ാമത്തെ വരിയിൽ നടുവിൽ ഹേ വരദ എന്ന് സംബോധന ചെയ്തിരിക്കുകയാണ്. അല്ലയോ വരദ, അല്ലയോ വരദാനം കൊടുക്കുന്ന ഭഗവാനെ, ആശ്രയിച്ചവർക്ക് വരങ്ങൾ കൊടുത്ത് അനുഗ്രഹിക്കുന്ന ഭഗവാനെ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഏ ഭക്ത ത്വൈകലു രമന്തേ, ഏതൊരു ഭക്തന്മാർ അങ്ങയിൽ രമിക്കുന്നുവോ അവരാണ് ധന്യൻ. അഹം ധന്യാൻ മന്യേ, ഏറ്റവും ധന്യന്മാർ. ത്വൈകലു രമന്തേ ഭക്താഹ, അങ്ങയിൽ രമിക്കുന്നതായിരിക്കുന്ന ഭക്തന്മാർ ധന്യന്മാരാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അവരെങ്ങനെയുള്ളവരാണ്, എങ്ങനെയുള്ള ഭക്തന്മാരാണ്, ധന്യന്മാരാണെന്ന് ഞാൻ വിചാരിക്കുന്നത്? പഠന്തോ നാമാനി പ്രമദപരസിന്ധോ നിപതിതാഹ. അവിടെ 1-ാമത്തെ ലക്ഷണമായിട്ട് പറയുന്നത് നാമങ്ങൾ ധാരാളം ഉരുവിടാനായിട്ട് സാധിക്കണം എന്നാണ്. അത് എണ്ണിപ്പടിച്ച് ചൊല്ലി ശീലിച്ച് അങ്ങനെയൊക്കെയാണ് തുടങ്ങുക. ഒരു ഗുരുവിൽ നിന്നൊരു മന്ത്രം ഉപദേശം എടുക്കുക. ഓ നമോ നാരായണായ, ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന് എന്താ അവർ പറഞ്ഞു തരാച്ചാൽ അത് ധാരാളമായിട്ട് ചൊല്ലി ശീലിച്ച് കൈവിരലുകൊണ്ട് 5 മടക്കി 10 നിവർത്തുമ്പോൾ 10ആയി. അതിപ്പോൾ ഇവിടെ 1 കണക്കാക്കുക. അങ്ങനെ 10 കഴിഞ്ഞാൽ 2 എന്നും പറഞ്ഞ് 100 വരെ നമുക്ക് ഈ കൈ കൊണ്ട് എണ്ണാം എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ മാല കൊണ്ടും ജപിക്കാം. 108 മണിയുള്ള ഒരു മാല ഓരോരോ മണിയായിട്ട് നീക്കി ആ മേരു എന്ന് പറയുന്ന മെയിൻ കുറച്ച് വലിയ മുത്ത് വരെ കൊടുന്ന് തിരിച്ച് ജപിക്കണം. മേരു കടത്തി ജപിക്കരുത് എന്നാണ് പറയുക. മേരു എന്നാൽ തിരിച്ച് ജപിക്കുക. അങ്ങനെ ജപിച്ച് ശീലമാവുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക നാമം ഒന്ന് അല്ലാതുമല്ല, ഓ നമോ നാരായണ എന്ന ഇഷ്ടദേവൻ്റെ മന്ത്രം, ഇഷ്ടദേവൻ ഏതാണെന്ന് ഗുരു ചോദിക്കും. ആ മന്ത്രം സദാ നമ്മൾ ജപിക്കുന്നത് ആയിരിക്കും.
ഇപ്പോൾ വൈഷ്ണവാണെങ്കിലും ഓം നമോ ഭഗവതേ വാസുദേവായ നമോ നാരായണായ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ. ഇത് തന്നെയായിരിക്കും സദാ നമ്മൾ ചെല്ലുന്നുണ്ടാവുക. നമ്മുടെ പ്രാർത്ഥനാക്രമത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ദേവിയോ അയ്യപ്പനെയോ മറ്റു ദേവിയോ അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താം, കുഴപ്പമൊന്നുമില്ല. ദൈവാത്മ്യം ചൊല്ലി ശിവനെ പറ്റി ശ്ലോകങ്ങൾ അതൊക്കെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതാണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരൊറ്റ നാമത്തിൽ നിൽക്കണം. നമ്മുടെ സദാ നമ്മുടെ നാവുമ്പിലുള്ള നാമം ഏത് ഇത് ചോദിച്ചാൽ നമ്മുടെ ഇഷ്ടദേവൻ്റെ ഒരൊറ്റ മന്ത്രമായിരിക്കും. രണ്ടാമതൊന്നും അവിടെ പാടില്ല. പ്രാർത്ഥിക്കുമ്പോൾ എന്തും ആവാം, 1 മണിക്കൂർ അരമണിക്കൂറിലെ പദ്ധതിയിൽ നമ്മൾ എന്ത് വേണമെങ്കിലും ഉൾപ്പെടുത്താം. അതിൽ വലിയ വിരോധമൊന്നുമില്ല. പക്ഷേ അതവിടെ കഴിഞ്ഞ് നീട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പ്രാർത്ഥനാ സമയം ആവുന്നവരെ മറ്റൊന്നും ചെല്ലരുത്. അങ്ങനെ ഒരു പ്രത്യേക നാമം, ആ നാമം എന്തായിട്ട് മാറുന്നു? ഗുരു ഉപദേശിച്ച് കഴിഞ്ഞാൽ മന്ത്രമായിട്ട് മാറും. വ്യത്യാസമുണ്ട്. നാമവും മന്ത്രവും കൂടി കുറച്ച് വ്യത്യാസമുണ്ട്. മന്ത്രം കുറേ കൂടി തീവ്രമാണ്. ഇതേ നാമം തന്നെയാണ് മന്ത്രമായിട്ട് മാറുന്നത്. അപ്പം അത് സദാ നമ്മൾ ജപിച്ചുകൊണ്ടിരുന്ന ശീലിക്കുമ്പോൾ അത് നമ്മുടെ നാവും നിന്ന് വിട്ടു പോവാതെ ആയിട്ട് തീരുന്നു. അതിൽ വേറൊന്നും കലർത്തണ്ട. അങ്ങനെ വരുമ്പോൾ പഠന്തോ നാമാനി എന്ന് പറഞ്ഞത് അങ്ങനെയൊക്കെയാണ്. സദാ നമ്മൾ തീവ്രതയോട് കൂടിയിട്ട് ജപിക്കുന്ന ഭക്തന്മാർ ഒറ്റ നിമിഷവും ഇല്ലാതിരിക്കരുത്. കണ്ണാണ് തുറന്നാൽ ഉറങ്ങണ വരെയും ഉറക്കത്തിലടക്കം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നാമം ഉണ്ടാവുക. പലതിങ്ങനെ കൂട്ടിയിട്ട് അങ്ങനെ ചെല്ലില്ലല്ലോ എപ്പോഴും. ഒറ്റ നാമമാണത്. അത് ഓം നമോ നാരായണയാവാം, ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ. ഗുരു പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ അത് ഹരേ രാമയാവാം. എന്ത് വേണമെങ്കിലും ഏതെങ്കിലും ഒരൊറ്റ ഒന്ന് സെലക്ട് ചെയ്യുക. പഠന്തോ നാമാനി. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ സഹസ്രനാമം ചെല്ലുന്നതിനേക്കാൾ ഫലമുണ്ട് അത്രേ ഒരൊറ്റ നാമം 1000 പ്രാവശ്യം ചെല്ലുക. വിളക്കും അതറിയില്ല. ഓം നമോ നാരായണായ എന്ന് 1000 പ്രാവശ്യം ചെല്ലിയാലുള്ള ഗുണമില്ല സഹസ്രനാമ സ്തോത്രം ചെല്ലിയാൽ എന്നാണ് അറിവുള്ളവർ പറയണത്. നമ്മൾ മാത്രം ഒരു അഭിപ്രായം തട്ടിവിടല്ല കേട്ടോ അത്. അങ്ങനെ ഞാനൊന്നും ചെയ്യാറില്ല. ഏതെങ്കിലും ഒരു മഹാത്മാവോ അല്ലെങ്കിൽ ഒരു ഗ്രന്ഥത്തിലോ കണ്ടതോ പറഞ്ഞതേ പറയാറുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഓം നമോ നാരായണ. അപ്പോൾ പിന്നെ തെറ്റി സഹസ്രനാമം എല്ലാവരും ഇപ്പോൾ വിഷ്ണു സഹസ്രനാമക്കാരും ലളിതാ സഹസ്രനാമക്കാരുമാണ്. നല്ലതാണ്, നല്ലതല്ല എന്നൊന്നും പറയുന്നില്ല. തെറ്റി ചെല്ലരുത്. തെറ്റി ചെല്ലണേക്കാളും നല്ലത് ഓം നമോ നാരായണായ എന്ന് 1000 പ്രാവശ്യം ചെല്ലിയാൽ ഈ സഹസ്രനാമം ചെല്ലിയതിൻ്റെ ഗുണം കിട്ടും എന്നാണ് പറയണത്. അപ്പോൾ അത് പഠന്തോ നാമാനി. പിന്നെ അതേപോലെ സ്മരന്തോ രൂപം തേ. ഈ നാമം ചെല്ലണയിലൊക്കെ ഒരു പ്രത്യേക സമയത്ത് ഇരുന്ന് അരമണിക്കൂറോ മറ്റോ ഇത്ര ആവർത്തി ഉരുവിട്ടിട്ട് അങ്ങനെ ഒരു ശിക്ഷയുണ്ട്. അതിൽ നമ്മൾ സ്വരൂപത്തെ സ്മരിക്കണം. ശംഖം വിചാരിച്ചിട്ടൊരു 108 നാമം അല്ലെങ്കിൽ അതിലധികമാവാം. ചക്രം ഉപയോഗിച്ചിട്ടൊരു 108 മനസ്സിൽ സ്മരിച്ചിട്ട്, താമര ഉപയോഗിച്ചിട്ട് കുറച്ച് നാമം, കുറച്ചധികം ആവണം ഓരോന്നിലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്, ഗത മനസ്സിൽ സങ്കല്പിച്ചിട്ട് നാമം ജപിക്കുക. അതൊരു പ്രത്യേക സമയത്ത് ഇരുന്നിട്ട് ചെയ്യേണ്ടതാണ്, നടന്നിട്ട് ചെയ്യേണ്ടതല്ല. അത് ധ്യാനമായിട്ട് മാറും. പിന്നെ മനമാലയായിട്ടും മാറിടായിട്ടും കണ്ണായിട്ടും കർണാഭരണങ്ങളായിട്ടും ഓരോരോ ഭാഗത്ത് ഏകാഗ്രമായിട്ട് കേന്ദ്രീകരിച്ച് കുറച്ച് നാമം ജപിച്ച് പാദാദി കേശവം കേശാദി പാദം ആവുമ്പോൾ ആ സ്വരൂപത്തിൻ്റെ ഒരു തിളങ്ങുന്ന രൂപം, വ്യക്തമായിട്ട് പ്രകാശിക്കുന്ന ഒരു രൂപം നമ്മുടെ മനസ്സിലുണ്ട്. അതാണ് സ്മരന്തോ രൂപത്തെ. അതിന് ഒരു ധ്യാനത്തിൻ്റെ പ്രയോജനമുണ്ട്. സ്മരണം പോയിട്ട് അത് ധ്യാനം പോലെ നമ്മൾ കണ്ണടച്ച് കഴിഞ്ഞാൽ ആ സ്വരൂപത്തെ കാണാൻ സാധിക്കണം. താമരയായിട്ട് മനസ്സിനെ സങ്കല്പിക്കുക, ഹൃദയത്തിനെ. അതിന് നടുക്ക് മനോഹരമായിട്ടുള്ള മഞ്ഞപ്പട്ട് കൊടുത്തിട്ടുള്ള ഭഗവാൻ. ആ ഭഗവാന്റെ കയ്യിൽ വേറൊരു താമര, നമ്മുടെ മനസ്സാകുന്ന താമരയിൽ ഭഗവാന്റെ കയ്യിലുള്ളതായിട്ടുള്ള താമര, സമൃദ്ധമായിട്ടുള്ള തലമുടിയാണ്. പണ്ട് പുരുഷന്മാർക്കടക്കം ഈ ക്രോപ്പിംഗ് ഉണ്ടായിരുന്നില്ല എന്നാണ്. സമൃദ്ധമായിട്ടുള്ള തലമുടി, ശംഖചക്രഗദാപത്മാദികളെ വനമാല രത്നമാല കൗസ്തുഭം പ്രകാരം സ്മരന്തോ രൂപം തേ. ആ സ്വരൂപത്തിൽ നമ്മുടെ മനസ്സുറയ്ക്കുക. പിന്നെയോ കഥയെന്തോ ഗുണകഥാഹ. എല്ലായ്പ്പോഴും ഇങ്ങനെ ധ്യാനിക്കാനോ നാമം ജപിക്കാനോ നമുക്ക് ചിലപ്പോൾ മുഷിപ്പ് തോന്നിക്കൂടാന്നില്ല. അപ്പോൾ കുറച്ച് കഥ കേൾക്കുക. അതേപോലെ നമ്മൾ വല്ലതുമൊക്കെ പറയുക, കേൾക്കുക. മീഡിയത്തിലായാലും മാധ്യമങ്ങളിൽ കൂടിയിട്ടാണെങ്കിലും കഥാശ്രവണം തന്നെയാണല്ലോ അത്. കഥ എന്തോ ഗുണകഥ. അപ്പോൾ മാറിയിട്ടാകുമ്പോൾ കുറേയും കൂടി നമുക്ക് മുഷിപ്പിന് കുറവുണ്ടാവും. അതാണ് അത് കഥ എന്തോ ഗുണകഥ. പല നമുക്കറിയാത്ത കാര്യങ്ങളും കേൾക്കാം. അറിയുന്ന കാര്യങ്ങൾ തന്നെ റിഫ്രഷ് ചെയ്യാം, ഒന്നും കൂടി മനസ്സിൽ ഉറപ്പിക്കാം. ആ സമയത്ത് മനസ്സ് വേറെ എവിടേക്കും പോകാണ്ട് നിർത്താം.
ഇതൊക്കെ ഈ കഥയെന്തോ ഗുണകഥാഹ. ആ കഥകൾ അങ്ങനെ പറഞ്ഞ് ശീലിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇടയ്ക്കെങ്കിലും കുറച്ച് പറയാതെ വയ്യ എന്ന് തോന്നും. അപ്പോൾ അതിനുള്ള അവസരം താനേ വന്ന് ചേരും. അതൊക്കെ ഭക്തിയോട് കൂടിയിട്ട് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കഥയെന്തോ ഗുണകഥാഹ. അങ്ങനെ മൂന്നും ആയാൽ പഠന്തോ നാമാനി മരന്തോ രൂപം തേ കഥയെന്തോ ഗുണകഥാഹ ആവുമ്പോൾ എന്താവും? പ്രമദപരസിന്ധോ നിപതിതാഹ. ഇതിൻ്റെയൊക്കെ ഒരു ഫലം എന്താണ്? പ്രമദപരസിന്ധോ നിപതിതാഹ. ആനന്ദമാകുന്ന സിന്ധു സമുദ്രം, ആനന്ദ സമുദ്രത്തിൽ അങ്ങോട്ട് വീഴുക. സമുദ്രത്തിൽ അങ്ങോട്ട് പതിച്ചാൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും അറിയില്ലവോ. അതേപോലെ ഇവിടെ ആനന്ദ സമുദ്രത്തിൽ ഭക്തിയിലും മുങ്ങിയ ചുറ്റുപാടുള്ളതൊന്നും നമ്മൾ അറിയുന്നേ ഇല്ല. ചെല്ല് പാട്ട് പാടും, ചെല്ല് ടി വി കാണും, ചെല്ല് ഭക്ഷണം കഴിക്കും, ചില നാട്ടുവർത്തമാനം പറയും, പലതും നടക്കും. അതൊന്നും നമ്മുടെ മനസ്സിലേക്ക് കയറാത്ത ഒരു വല്ലാത്ത ഭാഗ്യാവസ്ഥ ഉണ്ടാവും. ആണ് പ്രമദഭര സിന്ധൗ. പ്രമദം സന്തോഷം, സന്തോഷം നിറഞ്ഞ സമുദ്രം. അതിലാണ് വീണ മുങ്ങിയ പോലെ ആയിത്തീരും. എന്തുകൊണ്ട്? 3 കാര്യങ്ങളെ കൊണ്ട്. പഠന്തോ നാമാനി, നാമങ്ങളെ ചൊല്ലുക. പഠിക്കുക എന്ന് പറഞ്ഞാൽ കാണാപ്പാടാക്കുക എന്നല്ല, ഉരുവിട എന്നാണ് ഇവിടുത്തെ അർത്ഥം. നാമങ്ങൾ ചെല്ലുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പഠന്തോ. സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം. വായിക്കണേനും പറയും. ഇന്ന കാര്യങ്ങളൊക്കെ എപ്പടയിൽ ആര് വായിക്കുന്നുവോ അവിടെ ആര് ചെല്ലുന്നുവോ എന്നും ആവാം. പഠിക്കുക എന്നുള്ളതിന് വായിക്കുക എന്നർത്ഥമുണ്ട്, ചൊല്ലുക എന്നർത്ഥമുണ്ട്. പഠന്തോ നാമാനി. പിന്നെയോ സ്മരന്തോ രൂപം തേ, അങ്ങയുടെ രൂപത്തെ കഴിയുന്നത്ര ഓരോരോ ഭാഗമായിട്ട് ഉറപ്പിച്ച് ശീലിക്കുക. അനന്തോ രൂപന്തേന്ന് മാത്രം പറഞ്ഞാൽ നമുക്കൊന്നും ഒരു വ്യക്തമായിട്ടുള്ള അവസ്ഥ കിട്ടില്ല. വെറുതെ എങ്ങനെ ഓർക്കാൻ ശ്രമിച്ചത് കൊണ്ട് നിൽക്കില്ല. അത് നല്ലപോലെ ശ്രമിക്കണം. എന്നാലേ ആ രൂപം നമ്മുടെ മനസ്സിൽ വിളങ്ങുള്ളൂ. എളുപ്പമൊന്നുമല്ല ഭഗവാന്റെ സ്വരൂപം മനസ്സിൽ അങ്ങോട്ട് തെളിയുക എന്ന് പറഞ്ഞാൽ അയാൾ എവിടെയോ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അത് എളുപ്പമാവുമോ? അത്ര വലിയൊരു പദവിയിൽ എളുപ്പത്തില്ല. നല്ലപോലെ ശീലിക്കണം. ഒരു ഭാഗത്ത് ഇരുന്ന് തന്നെ നാമം ചൊല്ലി ശീലിക്കണം. അപ്പോൾ ആ നാമത്തെ ഓരോ ഭാഗത്ത് ഉറപ്പിച്ച് ഇത്ര ഉരുവെന്ന് ചെല്ലുക. 108 അതിലധികമൊക്കെ ഒരു ഭാഗത്ത് ഉറപ്പിക്കുക. അത് കഴിഞ്ഞാൽ അടുത്ത ഭാഗം താമര, ഒരു ഭാഗം ശംഖ്, ഒരു ഭാഗം ചക്രം, ഒരു ഭാഗം ഗദ, പിന്നെ മഞ്ഞപ്പട്ട്, അതുപോലെ വനമാല, കണ്ണ്, മൂക്ക്, അങ്ങനെ ഓരോ ഭാഗത്തെ നല്ലപോലെ ക്ഷമയോട് കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് സ്മരിക്കുക. അപ്പോഴേ അത് ശരിയാവുള്ളൂ. സ്മരന്തോ രൂപന്തേ എന്ന് പറഞ്ഞാൽ ധ്യാനം പോലെ തന്നെയാണ്. വളരെ ശ്രദ്ധിച്ച് ചിട്ടയോടുകൂടി ക്ഷമിച്ച് ഇരുന്ന് ഗൗരവമായിട്ട് വിചാരിച്ച് അതിനായിട്ട് മെനക്കെട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്മരന്തോ രൂപന്തേ. ഏതായാലും ഒന്ന് ഓർത്തളയാന്ന് അങ്ങനെയല്ല. അങ്ങനെ ഒരു കാര്യം ഓർക്കണ പോലെ ഇന്നും ഭഗവാനെ ഓർത്തിട്ട് കാര്യമില്ല, നിൽക്കില്ല മനസ്സിൽ. അപ്പം സ്മരന്തോ രൂപന്തേ, ദൃഢമായിട്ട് ആ സ്വരൂപത്തിൽ മനസ്സുറപ്പിക്കുക. അതാണ് സ്മരന്തോ രൂപന്തേ. അപ്പം ധ്യാനാവസ്ഥയായിട്ട് മാറും. കഥ എന്തോ ഗുണകഥാഹ. കുറച്ച് നമ്മൾ ഇതിലേക്കൊക്കെ തന്നെ പോയാൽ മറ്റുള്ളവരോട് പറയണം എന്ന തോന്നൽ, അതിനുള്ളതായിട്ടുള്ള അവസരങ്ങൾ വരുമ്പോൾ അത് പറയുക. പറയണോടത്ത് പോയിരുന്നിട്ട് കേൾക്കുക. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. പ്രഹ്ലാദൻ ഭക്തിയോഗത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞത്. കീർത്തിക്കുക, സ്മരിക്കുക, കേൾക്കുക, ഭഗവാൻ പറഞ്ഞതൊക്കെ അനുസരിക്കുക, പൂക്കളെടുത്തിട്ട് കൃഷ്ണായ നമ, കമലാനാഥായ നമ, വാസുദേവായ നമ എന്ന് പറഞ്ഞ് അർച്ചിക്കുക, തന്നെ ഭഗവാന് സമർപ്പിക്കുക. എനിക്ക് എന്താണ് നല്ലത് എന്ന് എനിക്കറിയില്ല, അത് അങ്ങനെ നിശ്ചയിച്ച് തരുന്നതൊക്കെ ഞാൻ വാങ്ങാം. നല്ലതായാലും ചീത്തയായാലും നിനക്ക് ഇതിനാണ് ആത്മസമർപ്പണം എന്ന് പറയുക. എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുക. നല്ലതായാലും ചീത്തയായാലും പരാതി പറയാതിരിക്കുക, നല്ലതിൽ സന്തോഷിക്കും വേണ്ട, അതാണ് ആത്മസമർപ്പണം. ഇതൊക്കെ കൂടി ഇതിനാണ് ഭക്തിയോഗം പൊതുവേ. അങ്ങനെ വരുമ്പോൾ പഠന്തോ നാമാനി, സ്മരന്തോ രൂപന്തേ, കഥയെന്തോ ഗുണകഥ, ഇത് 3 ആവുമ്പോൾ പ്രമദപര സിന്ധോ നിവേദിത എന്നാവും. പ്രമദപരമായിരിക്കുന്ന ആനന്ദ സമുദ്രത്തിൽ മുങ്ങാൻ തുടങ്ങും. കുറേശ്ശായിട്ട് ആനന്ദമാകുന്ന സമുദ്രത്തിൽ അങ്ങോട്ട് മുങ്ങിയാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള സംഗതികളോട് കുറേശ്ശെ നമുക്ക് ഡിറ്റാച്ച്മെൻറ്റ് വരുന്നു. അതിൽ മനസ്സ് പോകാതെ ഇതിൽ തന്നെ ഉറച്ച് അതിലൊന്നും നമ്മൾ ശ്രദ്ധിക്കാത്ത, അതും നമ്മളെ ബാധിക്കാത്ത ഒരവസ്ഥ നമുക്കുണ്ടാവും. തണുപ്പുള്ളപ്പോൾ കമ്പിളി പതച്ചാൽ ആ തണുപ്പ് നമ്മളെ ബാധിക്കില്ല. അതേപോലെ AC റൂമിലിരിക്കുമ്പോൾ ചൂട് നമ്മളെ ബാധിക്കാത്തതുപോലെ ചുറ്റുമുള്ള സംഗതികൾ നമ്മളെ ബാധിക്കാത്ത അവസ്ഥയാണ് പ്രമദപര സിന്ധോ നിവേദിതാഹ. അങ്ങനെ സഞ്ചരിക്കുന്ന ചരന്തോയേ ഭക്താഹ,
അനന്തമാക്കുന്ന സമുദ്രത്തിൽ മുങ്ങി നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ: നാമം ജപിക്കുക, ഭഗവാനെ സ്മരിക്കുക, കഥകൾ കേൾക്കുക, പറയുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനത്തെ ഭക്തന്മാർ ആണ് അങ്ങയിൽ രമിക്കുന്നത്. ത്വയി ഖലു രമന്തേ, അങ്ങയിൽ രമിക്കുന്ന ഇപ്രകാരത്തിലുള്ള ഭക്തന്മാർ തന്നെയാണ് എന്ത്? പരമമൂനഹം ധന്യാൻ മന്യേ, വളരെ ധന്യന്മാരായിട്ട് ഞാൻ കണക്കാക്കുന്നത്. എന്താ കാരണം? അവർ സമധിഗത സർവാഭിലഷിതന്മാരാണ്. അവർക്ക് 2 വിശേഷണമുണ്ട്. ഒന്ന് പ്രമദപര സിന്ധോ നിപതിത എന്നും സമധിഗത സർവാഭിലഷിതാൻ എന്നും. അനന്തമാകുന്ന സമുദ്രത്തിൽ മുങ്ങിയവരും സർവ ആഗ്രഹങ്ങളും സാധിച്ചവരും ആയ 2 വിശേഷണം ഒന്നായിട്ട് ഒരാൾക്ക് ചേർക്കാവുന്നതാണ്. ഇവർക്കൊക്കെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച ഇവരെ ഞാൻ ഭാഗ്യവാന്മാരായിട്ട് വിചാരിക്കുന്നു. കാര്യങ്ങൾ ഭഗവാൻ സാധിപ്പിച്ച് കൊടുത്തതെന്നും ആവാം, ആഗ്രഹങ്ങളില്ലാത്തവരെന്നും ആവാം. 2ൻ്റെയും ബലം ഒന്നാണ്. ആഗ്രഹങ്ങളില്ലാത്തവർക്ക് സാധിച്ച ബലം തന്നെയല്ലേ. ആഗ്രഹങ്ങളുണ്ടായിട്ട് സാധിക്കാത്തവരാണ് വ്യത്യസ്തർ. അത് സാധിച്ചില്ല, അത് വേണം, അവർക്ക് മാത്രമേ ആ ചിന്തയുള്ളൂ. ആഗ്രഹമില്ലാത്തവർക്ക് ആ വിഷയമില്ല, സാധിച്ചവർക്കും ആ വിഷയമില്ല. അപ്പോൾ സമധിഗത സർവാഭിലഷിത എന്ന് പറഞ്ഞാൽ 2 തരത്തിലാവും. ഒന്ന് ആഗ്രഹങ്ങളില്ലാത്തവർ, പിന്നെ ആഗ്രഹങ്ങൾ സാധിച്ചവർ. എന്തായാലും സാധിക്കാത്തവരല്ല എന്നർത്ഥം. അപ്പോൾ പഠന്തോ നാമാനി സ്മരന്തോ രൂപന്തേ വരത കഥയന്തോ ഗുണകഥാഹ, ഈ 3 കാര്യങ്ങളെ കൊണ്ട് ഫലമാണ് പ്രമദപര സിന്ധോ നിപതിതാഹ. അനന്തമാകുന്ന സമുദ്രത്തിൽ വീണവരും സമധിഗത സർവാഭിലഷിതാൻ, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചവരും ആയ തേ ഭക്താഹ, സഞ്ചരിക്കുന്ന ഭക്തന്മാർ. ചരന്തോ യേ ഭക്താഹ, സഞ്ചരിക്കുന്ന അങ്ങയുടെ ഭക്തന്മാർ, അങ്ങയിൽ തന്നെ രമിക്കുന്ന ഭക്തന്മാർ. ത്വയി ഖലു രമന്തേ ഭക്താഹ, രമിക്കുന്നതായിട്ടുള്ള ഭക്തന്മാർ, അവരെ എല്ലാവരിലും വെച്ച് ധന്യന്മാരായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ ഭക്തി എനിക്കും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥനാസാരം. പഠന്തോ നാമാനി പ്രമദപരസിന്ധോ നിപതിതാക പരം തോ രൂപം തേ വരദകഥയന്തോ ഗുണകഥാ ചരന്തോ യേ ഭക്താ ത്വയി ഖലു രമന്തേ പരമമൂനഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.